ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ ഈ സാന്ത്വന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അകലവും വിടവുമൊക്കെ അവസാനിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് സത്യത്തിൽ ക്രിസ്തുമസ്. സ്വർഗവും ഭൂമിയും, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവവും ഭൂമിയിലെ മനുഷ്യരും തമ്മിൽ ഒരുപാട് അകന്നുപോയി. ദൈവം എന്തുമാത്രം അടുത്തു വരുവാനായിട്ട് ശ്രമിച്ചോ അതിനനുസരിച്ചോ അതിലും കൂടുതലോ ദൂരം ബോധപൂർവം പിമ്പോട്ട് പോകാനും അകലുവാനും അവർക്കിടയിൽ വിടവ് സ്ഥിരമായി നിലനിർത്തുവാനും മനുഷ്യർ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത്തരമൊരു അകലം അവസാനിപ്പിക്കുവാനായിട്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറവിയെടുത്തു. അത്തരം ആ വലിയ സ്നേഹത്തിൻ്റെ ഉത്സവത്തെ, വേദനയുടെ ഉത്സവത്തെ, ത്യാഗത്തിൻ്റെ ഉത്സവത്തെയൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരു കാലവും കൂടിയാണ് ഇത്. ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഈ ഒരു ക്രിസ്മസ് കാലം തരുന്ന ഒരു തണുപ്പും ആഹ്ലാദവുമൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത അത്രമാത്രം ശ്രേഷ്ഠമായ അനുഭവമാണ്. ആനന്ദ് എന്ന് പറയുന്ന ആ മലയാളത്തിലെ മുതിർന്ന വലിയ എഴുത്തുകാരൻ്റെ ഒരു ലേഖന സമാഹാരമുണ്ട്. ആനന്ദിൻ്റെ വിടവുകൾ എന്ന കൃഷിഭൂമി. വിടവുകൾ എന്ന കൃഷിഭൂമി. രാജ്യങ്ങൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും ചെറിയ ചെറിയ പ്രാദേശിക പ്രദേശങ്ങൾ തമ്മിലും, എന്തിന് രണ്ട് മനുഷ്യർ തമ്മിലുമൊക്കെ ബോധപൂർവം രൂപപ്പെടുത്തുന്ന വിടവുകൾ. അങ്ങനെ വിടവുകൾ എന്ന കൃഷിഭൂമി. അത്തരം ചില കൃഷികൾ നമുക്കിടയിൽ ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്നുണ്ട്. എല്ലാവരിൽ നിന്നും അകലുകയും ഒറ്റക്കൊറ്റയ്ക്ക് ഓരോ ദ്വീപുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ഉടയവനായ ദൈവത്തിൽ നിന്ന് പരമാവധി ദൂരം പാലിച്ചു. അതോടുകൂടി പിന്നെ നമ്മുടെ മനുഷ്യരെക്കുറിച്ച്, സമസൃഷ്ടികളെക്കുറിച്ച് നമുക്ക് വലിയ ജാഗ്രതയുടെ ആവശ്യമൊന്നുമില്ല. അവരുമായി ബന്ധപ്പെട്ട് വിചാരിക്കേണ്ടതോ ഭാരപ്പെടേണ്ടതോ വ്യാകുലപ്പെടേണ്ടതിനോ ആവശ്യമില്ല. ആരുമായി വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ആദ്യത്തെ മകനെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന കായന് ദൈവത്തോട് തിരികെ ചോദിച്ചതുപോലെ, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ? ആ ഒരു അനുജൻ്റെ പ്രകൃതിയുടെ സകലത്തിൻ്റെയും കാവൽക്കാരനാണ് എന്നുള്ള ധാരണ, ജാഗ്രത കൈമോശം വരുന്ന ഇടത്ത് ആണ് ഈ വിടവ് ആരംഭിക്കുന്നത്. ദൈവവും മനുഷ്യൻ തമ്മിലുള്ള വിടവ് അങ്ങനെ ആരംഭിക്കുകയും വർദ്ധിക്കുകയും വളരുകയും പെരുകുകയും ചെയ്തു. അതിൻ്റെ അവസാനമായിരുന്നു യേശു. അതാണ് യേശുവിൻ്റെ തിരുപ്പിറവി. സർവ്വജനത്തിനും ഉണ്ടാകാൻ പോകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതൊരു സ്നേഹത്തിൻ്റെ ഇടപെടലാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുന്ന ഒരു മഹാസന്തോഷമായിരുന്നു യേശുവിൻ്റെ പിറവി. ഒരു സ്നേഹത്തിൻ്റെ ഇടപെടലാണ്. അങ്ങനെ അകലങ്ങളെ പതിയെ ഇല്ലാതാക്കി. ഇത് പറയുമ്പോഴും ഓരോ വർഷവും ക്രിസ്തുമസിനെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി ആചരിക്കുമ്പോഴും നമ്മൾക്കിടയിലെ സ്നേഹത്തിൻ്റെ അടുപ്പം എന്തുമാത്രം ഉണ്ടെന്ന്, ജീവിതം കൊണ്ട് എന്തുമാത്രം അകലങ്ങളും വിടവുകളും വന്നിട്ടുണ്ടെന്ന്, അവയൊക്കെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കേണ്ടതും അതിനെ ഓർത്തൊന്ന് വ്യാകുലപ്പെടുന്നതുമൊക്കെ നല്ലതാണ്. അകലം ഇല്ലാതായി സ്നേഹത്തെ വീണ്ടെടുക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21, 22, 23 വചനഭാഗങ്ങളിലേക്ക് വന്നാൽ ഓരോ പുലരിയിലും ദൈവം തൻ്റെ സ്നേഹത്തെ പുതുക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നലെ എന്നെ യേശു സ്നേഹിച്ചതുപോലെ അല്ല ഇന്ന് എന്നെ സ്നേഹിച്ചത്, കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് അത്രേ. ഇന്നത്തെ സ്നേഹത്തിൻ്റെ അളവിനേക്കാളും യേശു നാളെ എന്നെ കുറച്ചും കൂടി കൂടുതൽ സ്നേഹിക്കും. അങ്ങനെ ഓരോ ദിവസവും മനുഷ്യരോടുള്ള സ്നേഹത്തെ യേശു പുതുക്കുന്നുവെങ്കിൽ തിരിച്ച് യേശുവിനോടുള്ള സ്നേഹത്തെ നമ്മളും പുതുക്കുവാനായിട്ട് ഒരു ധ്യാനം നിറഞ്ഞ ജീവിതം നമുക്ക് ആവശ്യമാണ്. എന്തുമാത്രം അകലങ്ങളിൽ ഓരോരുത്തരും കഴിയുക. ആ മടങ്ങി വന്ന ധൂർത്തപുത്രൻ വീട് മൊത്തത്തിൽ ഒരു ഉത്സവത്തിൻ്റെ ലഹരിയിലേക്ക് എത്തുന്നു. എന്തുമാത്രം ആഹ്ലാദത്തിലാണ് ആ മകനെ ഇതുവരെ നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് വിലപിച്ച് കാത്തിരുന്ന അപ്പൻ്റെ മനസ്സ്. വയലിലായിരുന്ന മൂത്ത മകൻ വരുമ്പോൾ വീടിൻ്റെ മാറ്റവും അനുജൻ്റെ മടങ്ങിവരവും അപ്പൻ്റെ സന്തോഷവും ഒക്കെ ആകെപ്പാടെ പുള്ളിയെ താളം തെറ്റിക്കുന്നു. വീടിൻ്റെ വാതിൽക്കൽ വെച്ച് അപ്പനും ആ മൂത്ത മകനും തമ്മിലുള്ള സംസാരത്തിനിടയിൽ മൂത്തവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ മകൻ തിരികെ വന്നപ്പോൾ. ഓർത്തു നോക്കി എന്തൊരു അകലമാണ് അവർക്കിടയിൽ. അവൻ അനുജനായിരുന്നു, എൻ്റെ സഹോദരനായിരുന്നു, എൻ്റെ ചോരയുടെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിയുവാനോ സ്നേഹിക്കുവാനോ സ്വീകരിക്കുവാനോ പറ്റാത്ത വിധത്തിൽ ഒരു അകലത്തിലെത്തിയിരുന്നു മൂത്തവൻ. അപ്പോൾ ബന്ധമെന്ന് പറയുന്നത് പോലും
ഒരു വലിയ വിടവിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വഴിമാറുന്നു. പരീശനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയതിനെക്കുറിച്ച് പറഞ്ഞത് യേശുവായിരുന്നു. എപ്പോഴൊക്കെയോ യേശു ദേവാലയം സന്ദർശിച്ച സമയങ്ങളിൽ കണ്ടെത്തിയ രസകരമായൊരു കാഴ്ചയായിരുന്നു. കാഴ്ചയ്ക്കകത്ത് യേശുവിനെ സംബന്ധിച്ച് വലിയ രസമൊന്നും തോന്നില്ല, കാരണം സങ്കടം നിറഞ്ഞ കാഴ്ചയാണ്. പരീശൻ ദേവാലയത്തിനകത്തൊന്ന് പ്രാർത്ഥിക്കുന്നു, ചുങ്കക്കാരൻ ദേവാലയത്തിനകത്ത് പ്രവേശിക്കാൻ പോലും മടിച്ച് ഭയപ്പെട്ട് ലജ്ജിതനായി യോഗ്യതയില്ല എന്നെണ്ണി കർത്താവേ എന്നോട് കരുണ ചെയ്യണമെന്ന് വെളിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ പള്ളിക്കകത്ത് പ്രവേശിച്ച പരീശൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള ഇടപെടൽ, സംസാരമൊക്കെ വളരെ രസകരമാണ്. ഞാൻ കൃത്യമായിട്ട് ഉപവാസം അനുഷ്ഠിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു, പിന്നെ ആ പുറത്ത് നിൽക്കുന്ന ആ ചുങ്കക്കാരനെ പോലും ഒന്നുമല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ ഓർക്കുക, എന്തൊരു അകലമാണ് മനുഷ്യർക്കിടയിൽ. അകലങ്ങളില്ലാതാക്കിയ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്സവമായിരുന്നു ക്രിസ്മസ് എന്ന് തിരിച്ചറിയുക. എന്നിട്ടോ നമ്മൾ ഓരോരുത്തരും ജീവിതം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ ബന്ധങ്ങളെയും ഒന്ന് വീണ്ടെടുക്കുവാനും രണ്ടുപേർക്കിടയിൽ രൂപപ്പെട്ട അകലങ്ങളെ ഒഴിവാക്കുവാനുമായിട്ട് പരിശ്രമിക്കുക. ഇമ്മാനുവേൽ എന്നാണ് ക്രിസ്മസിൻ്റെ ചിന്ത. ഇമ്മാനുവേൽ, അവൻ നമ്മോടുകൂടെ എന്ന് അർത്ഥം. അപ്പോൾ യേശു എപ്പോഴും നമ്മോട് കൂടെ. രണ്ട് വിചാരങ്ങൾ ഇതിനകത്തുള്ളത്. ഒന്ന്, യേശു എപ്പോഴും നമ്മൾക്കൊപ്പമുണ്ട്. ഈ വിചാരത്തിൽ ജീവിതത്തെ നയിപ്പാനായിട്ട് നമ്മൾ ശ്രമിക്കണം. യേശു എന്നോടൊപ്പം ഉണ്ട്. യേശു എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിചാരത്താൽ എൻ്റെ ജീവിതത്തെ കുറേ കൂടി ഭംഗിയുള്ളതാക്കി, കുറേ കൂടി ശ്രേഷ്ഠതയുള്ളതും കുലീനവുമാക്കി മാറ്റാൻ എനിക്ക് പറ്റും. ലോയ്ഡ് ജോൺ ഓഗിൽവി എന്ന് പറഞ്ഞ എഴുത്തുകാരി ഇവിടെ ഒരു നല്ല പുസ്തകമാണ് സൈലൻറ്റ് സ്ട്രെങ്ത് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നിശബ്ദ ശക്തി. ലോയ്ഡ് ജോൺ ഓഗിൽവി. അവരുടെ പുസ്തകത്തിനകത്ത് അവരൊരു എയർപോർട്ട് ലോബിയിലിരിക്കുമ്പോൾ, ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ട് എയർപോർട്ട് ലോബിയിലിരിക്കുമ്പോൾ ഒരു ചെറിയ പയ്യൻ അവിടെ ഒരു വരപ്പുസ്തകത്തിൽ വരയ്ക്കുകയും ചായ പെൻസിൽ ഉപയോഗിച്ച് ചായമടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ ലോബിയിലിരുന്ന മറ്റ് യാത്രക്കാരാരെയും അവൻ ശ്രദ്ധിച്ചേയില്ല. ഓരോ ഫ്ലൈറ്റിൻ്റെയും അനൗൺസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ കുറച്ച് അധികം ആളുകൾ എണീറ്റ് അവരവർക്ക് പോകേണ്ട വഴിയെ പോകുന്നു. എഴുത്തുകാരി ആവട്ടെ ഈ പയ്യനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അവനാവട്ടെ വരപ്പുസ്തകത്തിൽ വരയ്ക്കുകയും ചായ പെൻസിൽ ഉപയോഗിച്ച് ചായം ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക. അങ്ങനെ അവന് പോകേണ്ട ഒരു ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടതോടുകൂടി അവൻ വളരെ സൈലൻ്റായിട്ട്, ബഹളങ്ങളും ആകുലതകളോ ഉത്കണ്ഠകളോ ഒന്നുമില്ലാതെ സംയമനത്തോടെ ശാന്തതയോടെ സാധനങ്ങളെല്ലാം വാരി ബാഗ് വെച്ച് ചെറിയൊരു ബാഗുമായിട്ട് നടന്നു പോകുന്നു. ഇതേ ഫ്ലൈറ്റിലായിരുന്നു എഴുത്തുകാരിയായ ലോയ്ഡ് ജോൺ ഓഗിൽവിക്കും യാത്ര ചെയ്യേണ്ടത്. ഭാഗ്യവശാൽ ഈ പയ്യന് ഒരു അടുത്തടുത്ത സീറ്റിലെത്തി. അവിടെ ആ യാത്രക്കിടയിൽ ഈ എയർ പോക്കറ്റുകളിൽപ്പെട്ട് ഫ്ലൈറ്റ് കുലുങ്ങുകയും ആളുകളൊക്കെ നിലവിളിക്കുന്ന വിധത്തിലേക്ക് വലിയ ഗർത്തങ്ങളിലൊക്കെ വീണ് അസ്വസ്ഥമാകുമ്പോഴും പയ്യൻ വളരെ കൂളാണ്. ഇത്രയും മുതിർന്ന എഴുത്തുകാരി പോലും പേടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നതിനിടയിലും പയ്യൻ അപ്പോഴും വരപ്പുസ്തകത്തെ വരയ്ക്കുകയും ചായപ്പെൻസിൽ ഉപയോഗിച്ച് കളറടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ചോദിച്ചു, മോനെ നിനക്കൊട്ടും പേടിയൊന്നുമില്ലേ ഈ യാത്രയിൽ? ഇങ്ങനെയൊക്കെ കിടന്ന് ആ സംഭവം ആകപ്പാടെ കുലുങ്ങി മറിയുമ്പോൾ പോലും നീ ഇത്ര കൂളായിട്ട് യാത്ര ചെയ്യുക. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞൊരു മറുപടി, നോ മാഡം, മൈ ഡാഡി ഈസ് ദ പൈലറ്റ്. ഇല്ല, എനിക്കൊട്ടും പേടിയില്ല, ഈ വിമാനത്തിൻ്റെ പൈലറ്റ് എൻ്റെ പപ്പയാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ എന്നുള്ള വിചാരത്തിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കണം. കുറേ കൂടി അത് നമ്മൾ ഇങ്ങനെ മനസ്സിലും വെളിയിലുമൊക്കെ ഒന്ന് ഉച്ചരിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം എന്നോട് കൂടെ. ദൈവം എന്നോട് കൂടെയാണെങ്കിൽ, എൻ്റെ ജീവിതമാകുന്ന യാനപാത്രത്തെ നയിക്കുന്നത് ദൈവമാണെങ്കിൽ, ഞാൻ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നതും അധികം ഉത്കണ്ഠകൾക്ക് എന്നെ വിട്ടുകൊടുക്കുന്നതും? മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് യേശുവും ശിഷ്യരും കൂടെ പടകിൽ മറുകര ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. എന്ത് വേഗമാണ് പ്രകൃതി അതിൻ്റെ രൂപം മാറ്റിയത്. വലിയ കാറ്റ്, മഴ, പ്രളയം, തിരമാലകൾ ഉയരത്തിൽ ആഞ്ഞടിച്ചു. വഞ്ചിക്കകത്ത് വെള്ളം കയറി തുടങ്ങി. അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങിയ യേശുവിനെ അവർ കുലുക്കി വിളിച്ചുണർത്തി. നശിക്കാൻ പോകുന്നു. യേശു ചോദിച്ചു, നിങ്ങളെന്തിനാ ഭയപ്പെട്ടതെന്നാണ് ചോദിച്ചത്. ഈ പടകിനകത്തുള്ള എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്തേ വിചാരമില്ലാതെ പോയി. അപ്പോൾ നമ്മോട് കൂടെയുള്ള ആളാണ് യേശു. നമ്മളെപ്പോഴോ അവനെ
നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ബോധപൂർവം അകറ്റി നിർത്തി. അങ്ങനെ യേശു ഇല്ലാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടതും ഭയപ്പെടേണ്ടതും. ഓരോ ക്രിസ്മസും നമ്മളെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും മികവുറ്റ സന്ദേശം, അവൻ നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. രണ്ടാമത്തെ വിചാരം, നമ്മോട് കൂടെയുള്ള യേശു മറ്റുള്ള ആളുകളുടെയും കൂടെയുണ്ട്. നമ്മുടെ കൂടെ മാത്രമല്ലല്ലോ, നമ്മുടെ സ്വന്തമല്ലല്ലോ. നമ്മുടെ സ്വന്തം എന്നതുപോലെ തന്നെ അവനെ സ്നേഹിക്കുന്ന ഭൂമിയിലെ എല്ലാവർക്കും അവൻ സ്വന്തമാണ്. അപ്പോൾ അപരിനിലൊപ്പവും ദൈവത്തിൻ്റെ കരുതലും കാവലുമൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ അപരനിലും യേശുവിനെ കണ്ടെത്താനും യേശുവിൻ്റെ കരുതലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റണം. അങ്ങനെയാകുമ്പോൾ കുറേയും കൂടി പരസ്പരം ഒരു ആദരവ് രൂപപ്പെടും. ഒരു ആദരവുമില്ലാത്ത ഇടപെടലുകളായി ഇന്നുള്ള ഭൂമിയിലെ എല്ലാ ഇടപെടലുകളും. ഓരോ മനുഷ്യൻ്റെയും ശരീരഭാഷ തന്നെ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷം മനുഷ്യരുടെയും ശരീരഭാഷയ്ക്കകത്ത് ഈ പരസ്പരമുള്ള ആദരവില്ലാതായി. ഓരോരുവരുടെ ഉള്ളിലുള്ള ദൈവ അവബോധത്തെ അനുഭവത്തെയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ ഓരോരുത്തർക്കും മറ്റുള്ളവരെ കാണുമ്പോൾ നന്നായിട്ടൊരു നമസ്തേ പറയാനായിട്ട് പറ്റും. അത്തരം ഒരു മനോഭാവം, ഒന്ന് ശിരസ്സൊന്ന് നമിക്കാനായിട്ട്, ഒരു നമസ്തേ പറയാനായിട്ടൊക്കെ ദൈവം എന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ്, വിശ്വാസം, തിരിച്ചറിവൊക്കെ അവൻ്റെയോടൊപ്പം ദൈവമുണ്ടെന്നുള്ള ധാരണയിലേക്ക് തന്നെ ഉയർത്തണം. ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ നരകത്തിലെത്തിയ ധനവാന് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. എന്താ? ഭൂമിയിൽ തനിക്ക് 5 സഹോദരന്മാരുണ്ടത്രേ. ഭൂമിയിൽ ജീവിച്ച സമയത്തും ധനവാനായ മനുഷ്യൻ തൻ്റെ സഹോദരങ്ങളെ ഓർത്തിട്ടുണ്ടാവും. അത് സ്വാർത്ഥതയുടെ ഓർമ്മകളാണ്. എന്ന് വെച്ചാൽ ഞാനെപ്പോഴും എൻ്റെ വീട്, എൻ്റെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുന്നതിനകത്ത് വലിയ ക്രിസ്തീയതയുണ്ടെന്ന് തോന്നുന്നില്ല. ഓർക്കാതിരുന്നാൽ അത് അപകടമാണ്, അപരാധവുമാണ്. ഈ കാര്യങ്ങളിൽ മാത്രം എൻ്റെ ഓർമ്മകൾ ഞാൻ പരിമിതപ്പെടുത്തിയാൽ, അതിന് വെളിയിലുള്ള ആളുകളെക്കുറിച്ച് ധാരണയില്ലാതെ പോയാൽ, തൻ്റെ 5 സഹോദരങ്ങളെക്കുറിച്ച് നരകത്തിൻ്റെ വേദനയ്ക്കകത്ത് കിടക്കുന്ന സമയത്ത് ധനവാൻ ഓർത്തു. തൻ്റെ ആ ആഡംബര സുഖലോലുപത നിറഞ്ഞ ജീവിതത്തിനകത്ത് നിന്ന നല്ല കാലത്ത് തൻ്റെ പടിവാതുക്കൽ കടന്ന ദരിദ്രനായ വ്രണിതനായ ലാസറിനെ ഓർക്കാനായിട്ട് അയാൾക്ക് പറ്റിയില്ല. അവിടെയാണ് അപകടം കുറെ കൂടി വലിപ്പപ്പെടുന്നത്. ലാസറും എൻ്റെ സഹോദരനാണെന്നുള്ള ധാരണ ഇല്ലാതെ പോകുന്നു. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ എന്ത് വ്യക്തമാക്കിയാണ് ഈ ഒരു സന്ദേശം നമുക്ക് തരിക? കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ എങ്ങനെയാണ് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുക? അപ്പോൾ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങളാണ് ഭൂമിയിലെ ഇതര മനുഷ്യർ. ആ ഒരു തിരിച്ചറിവിലാണല്ലോ സ്വന്തം നാട്, രാജ്യമൊക്കെ വിട്ട് ആ അമ്മ കൽക്കത്ത എന്ന് പറയുന്ന ആ ഒരു നഗരത്തിൻ്റെയും പ്രാന്തപ്രദേശങ്ങൾക്കകത്തും ജീവിതം ഹോമിച്ചു കളഞ്ഞത്. എന്നിട്ടോ വിശുദ്ധ അമ്മ എന്ന ആ വലിയ സ്ഥാനാരോഹണത്തിലൂടെ കുറെ കൂടി പ്രസാദമധുരമായിട്ട് എല്ലാവരുടെയും ഓർമ്മയിലും എല്ലാവരുടെയും വർത്തമാനകാല ജീവിതത്തിനൊപ്പം അമ്മയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കാണപ്പെടാത്ത ദൈവത്തിൻ്റെ കാണപ്പെടുന്ന രൂപങ്ങളാണ് ഭൂമിയിലെ മനുഷ്യർ. എല്ലാ മനുഷ്യരും അങ്ങനെ ദൈവത്തിൻ്റെ മുഖങ്ങളാണ്. അതുതന്നെയല്ലേ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പറയുന്നതും, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, എൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലും ഒക്കെ ആയിട്ട് മനുഷ്യരെ സൃഷ്ടിച്ചു. അപ്പോൾ ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും കൂടി ഒരുമിച്ചെടുത്താലാണ് അത് ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ ആയി മാറുക. കുറേ കൂടി സാഹോദര്യത്വം രൂപപ്പെടുത്താനായിട്ട് ഒരു ക്രിസ്മസ് കാലം നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അത്തരം ഒരു മൂല്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ യേശുതമ്പുരാൻ പറഞ്ഞത്, നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറ്റണം. അവനവനെ സ്നേഹിക്കുക, അവനവൻ്റെ വീടിനെ സ്നേഹിക്കുക, അതിനകത്തുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നതുകൊണ്ട് മാത്രം ഒരുവൻ്റെ ദൗത്യമോ അവൻ്റെ ഉത്തരവാദിത്വമോ അവസാനിക്കുന്നില്ല. ക്രിസ്മസ് എപ്പോഴും വെളിയിൽ വാതിലുകൾ തുറക്കാതെ, സത്രങ്ങൾ പോലും ഇടം കിട്ടാതെ അലയേണ്ടി വരുന്ന മനുഷ്യരുണ്ടോ ഇല്ലയോ എന്ന് കൂടി ഉറപ്പുവരുത്തുക. പഴയ കാലത്തൊക്കെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ വിളക്ക് കെടുത്തി ആളുകൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ആ വെളിയിലത്തെ വാതിൽ തുറന്ന് അത്താഴ പട്ടിണിക്കാരുണ്ടോ, അത്താഴ പട്ടിണിക്കാരെങ്കിലും ഉണ്ടോ എന്ന് ഉറക്കെ ചോദിക്കുന്നൊരു പതിവുണ്ട്. ആ ശബ്ദം കേൾക്കുന്ന
ആ ശബ്ദം എത്തുന്ന ദിക്കിൽ, ആ ചുറ്റളവിലെങ്കിലും അത്താഴം കഴിക്കാതെ ആരും അല്ലെങ്കിൽ പട്ടിണിയിൽ ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള വിനീതമായ, കുറഞ്ഞ, വലിയ ബഹളങ്ങളില്ലാത്തൊരു ശ്രമം അത്. അപ്പോൾ അതൊന്ന് ഉറപ്പുവരുത്തുക. അയൽക്കാരൻ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനായിട്ട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടെന്ന് യേശു ഓർമ്മപ്പെടുത്തി. ആ സ്നേഹമാവട്ടെ ഉപാധികളൊന്നും കൂടാത്തതാണെന്നും അങ്ങനെ ഉപാധികളും വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കണമെന്നും യേശു ഓർമ്മപ്പെടുത്തി. ദൈവം ഭൂമിയെ സ്നേഹിച്ചു, ദൈവം ഭൂമിയിലെ മനുഷ്യരെ സ്നേഹിച്ചു. അതാണ് ക്രിസ്തുമസ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, ഓരോ ദിവസവും തമ്പുരാൻ തൻ്റെ സ്നേഹത്തെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് ക്രിസ്തുമസിൻ്റെ അനുഭവം. അങ്ങനെയാകുമ്പോൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, നീതിമാൻ്റെ മേലും പുണ്യവാൻ്റെ മേലും പാപിയുടെ മേലും നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും മഴയും മഞ്ഞും വെയിലുമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നോ വന്നു വീഴുന്നോ അതുപോലെയാണ് എൻ്റെ സ്നേഹം. പക്ഷപാതമില്ലാത്തതാണ്, വ്യവസ്ഥകളില്ലാത്തതാണ്, നിബന്ധനകൾക്ക് വിധേയപ്പെടുത്താത്തൊരു സ്നേഹമാണ്. അതെല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ആ പ്രദേശത്തെയോ പരിസരത്തെയോ മാത്രമൊന്നെടുത്താൽ, അവിടെ രാത്രിയാണെങ്കിൽ എല്ലാവർക്കും രാത്രിയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ടെങ്കിൽ എല്ലാവർക്കും ആ ചാറ്റൽ മഴ കിട്ടുന്നുണ്ട്. ആ ഒരു പരിസരത്തിനകത്തുള്ള മനുഷ്യർ ഒരുപക്ഷെ നല്ലവരെന്നും മോശക്കാരെന്നും നീതിമാന്മാരെന്നും പാപികളെന്നും ഒക്കെ ഒരുപക്ഷെ ദൈവത്തിന് വേർതിരിക്കാൻ പറ്റുന്ന മനുഷ്യരൊക്കെ തന്നെയായിരിക്കാം. എന്നാലും ദൈവം തൻ്റെ സ്നേഹത്തെ അങ്ങനെയാണ് വിളമ്പുന്നത്. ഒരു പക്ഷപാതമില്ലാത്ത വിധത്തിലാണ് ദൈവം വിളമ്പുന്നത്. ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് എന്താ? സമ്മാനം നൽകുന്നവനും സമ്മാനവും ഒന്നായിത്തീരുന്നു എന്നുള്ളതാണ്. ദൈവം അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിന് അത്രമേൽ സ്നേഹിച്ചു. എത്രമേൽ? തൻ്റെ ഏകപുത്രൻ്റെ ജീവനെ കൊടുക്കുവാൻ അത്രമേൽ ഭൂമിയെ സ്നേഹിച്ചു. അപ്പോൾ ഭൂമിയെയും ഭൂമിയിലെ മനുഷ്യരെയും ഒക്കെ ദൈവം സ്നേഹിച്ചതിൻ്റെ അളവ് സമ്മാനം നൽകുകയാണ്. അതാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിക്ക് തന്നൊരു സമ്മാനമാണ്. എന്തായിരുന്നു ആ സമ്മാനം? സമ്മാനം തരുന്നയാളെ തന്നെ നമുക്ക് തന്നു എന്നുള്ളതാണ്. സമ്മാനവും സമ്മാന തരുന്നയാളും ഒന്നായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ക്രിസ്തുമസ് അങ്ങനെ ഒരു ഓർമ്മ കൂടിയാണ്. എന്ത്? ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എനിക്ക് കിട്ടിയ സമ്മാനങ്ങളെക്കുറിച്ച് ഞാനെന്ന് പറയുന്ന ആൾ മറ്റ് ചില ആളുകൾക്കൊക്കെ സമ്മാനമായി മാറേണ്ടതുണ്ടെന്നുള്ള ഒരു കാര്യം. സ്നേഹത്താൽ വീർപ്പ് മുട്ടിയ ഒരു പിതാവിൻ്റെ സമ്മാനമാണ് ബേത്ലഹേമിൽ സംഭവിച്ചത്. ദൈവമെന്ന പിതാവിൻ്റെ വീർപ്പുമുട്ടിയ സ്നേഹത്തിൻ്റെ ഒരു ഫലവും കൂടിയായിരുന്നു ബേത്ലഹേമിൽ സംഭവിച്ചത്. ക്രിസ്മസിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഈ രാജ്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഏറുന്ന ഈ കാലത്ത്, ഭീകരവാദവും എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ സിനിമകളിൽ മാത്രമല്ല എന്ന് ബോധ്യപ്പെടുന്നൊരു കാലത്ത്, എല്ലാ മനുഷ്യൻ്റെയും കയ്യിൽ എവിടെയോ ഒരു കത്തി ഉണ്ടെന്ന്, ആയുധമുണ്ടെന്നുള്ള തോന്നൽ കാണുന്ന മനുഷ്യരെല്ലാം അവരിങ്ങനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ച കടാര മറച്ചു വെക്കാനായിട്ട് പുഞ്ചിരിക്കുന്നു എന്ന സച്ചിദാനന്ദൻ്റെ കവിത ഉള്ളതുപോലെ ഓരോ മനുഷ്യനും അവർ ശരീരത്തിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ച കടാര അല്ലെങ്കിൽ ഒരു ആയുധം, അത് ആരും കാണാതെ മറച്ചു വെക്കുവാനായിട്ട് അതിന് മീതെ എടുത്തണിയുന്ന ഒരു മുഖാവരണമാണ് ചിരിയെന്ന് തിരിച്ചറിയുന്ന കാലം. സി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു നല്ല നോവലുണ്ട്, കരൾ പിളരും കാലം. ആ പുസ്തകം എഴുതിയിട്ട് കുറച്ച് വർഷങ്ങളായി. എനിക്ക് തോന്നുന്നു കുറേ കാലം കൂടി കഴിഞ്ഞാലും അത് വർത്തമാനകാലത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. കരൾ പിളരും കാലം. ഈ യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട്, യുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന അമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടുണ്ടാകും. എന്നാൽ യുദ്ധത്തിനകത്ത് സ്വന്തം മകനെ തന്നെ ഇല്ലാതാക്കേണ്ടി വരുന്ന, നിർബന്ധിക്കപ്പെടുന്ന ഒരു അമ്മയുടെ നിലവിളി. എനിക്ക് തോന്നുന്നു മലയാളികളൊക്കെ ഒന്ന് വായിക്കാതെ പോകരുന്ന പുസ്തകം കരൾ പിളരും കാലം. ഈ കരൾ പിളരും കാലത്തിനകത്ത് സ്നേഹത്തിൻ്റെ ഒരു നനവ് പരസ്പരം ഒന്ന് കൈമാറാനായിട്ട്, അങ്ങനെ നനവുണ്ട് പരിസരത്തുനിന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ഇത്തവണത്തെ ക്രിസ്തുമസ് നമ്മളെ ഒന്ന് നിർബന്ധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും രാജാവിൻ്റെ ജന്മദിനം ആചരിപ്പാനായിട്ട്, ആഘോഷിപ്പാനായിട്ട് അവസരം കിട്ടി. രാജ്യത്തെ എല്ലാ പ്രജകളും രാജകൊട്ടാരത്തിലെത്തി. മൃഷ്ടാന ഭോജനം ഉണ്ടാവും, ചെറിയ ചെറിയ സമ്മാനങ്ങൾ കിട്ടും. പോകാതിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും പോകുന്നതാണ് മെച്ചം. പതിവിന് വിപരീതമായി രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. കൊട്ടാരത്തിലെ ഏത് വസ്തുവിൽ നിങ്ങൾ തൊടുന്നുവോ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കി എടുക്കാം.
ഇത്തവണത്തെ സമ്മാനം അങ്ങനെയാണ്. പലരും പലതും സ്വന്തമാക്കാനായിട്ട് ഓടിച്ചാടി നടക്കുക. ആളുകളൊക്കെ കൂട്ടിയിടിച്ച് വീഴുകയാണ്. എന്തൊരു ഭ്രാന്തമായ ആർത്തിയും അത്യാർത്തിയുമാണ് നടക്കുന്നത്. എന്തിനെ തൊട്ടാലും തൊട്ടതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങൾക്ക് ഇത്തവണത്തെ സമ്മാനം എൻ്റെ പിറന്നാൾ സമ്മാനമാണ്. ഇതിനിടയിൽ ഒരു ബിരുദനായ പയ്യൻ ഓടിച്ചെന്ന് രാജാവിനെ തൊട്ടു. അതോടുകൂടി രാജാവിനുള്ളതുമൊക്കെ അവന് സ്വന്തമായി. നമ്മളിങ്ങനെ ചിലതൊക്കെ സ്വന്തമാക്കാനായിട്ട് നെട്ടോട്ടം മൂടുന്നതിനിടയിൽ പതിവ് പോലെ വീണ്ടും ഒരു ക്രിസ്മസ്, വീണ്ടും ഒരു ഡിസംബർ, ഇത്തിരി തണുപ്പ് തീർന്നു. എന്നാൽ സ്വന്തമാക്കേണ്ട ആളെ നമ്മളൊന്ന് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിച്ചാൽ പതിയെ സർവ്വതും നമുക്ക് അനുകൂലമാകുമെന്നുള്ളതാണ്. സകലതും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഒരു തൃപ്തിയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇത്തവണത്തെ ക്രിസ്മസ് നമ്മളെ സഹായിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും സഹായിക്കേണ്ടതാണ്. അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കുന്ന ഒരുവന് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമുണ്ടല്ലോ, ഒരാനന്ദമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ മേലാത്തതാണ്. വാക്കുകൾക്ക് വിവരിക്കാനാവുന്നതിന് മീതെയുള്ളതാണ്. അതിലേക്കുള്ള ക്ഷണമാണ് സത്യത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത്. കരൾ പിളരും കാലമാണിത്. ഒരു ചെറിയ വീടിനെ എടുത്താൽ പോലും ഒട്ടും സ്വസ്ഥതയോ സമാധാനമോ സ്നേഹമോ സത്യസന്ധതയോ ഹൃദയവിശാലതയോ ആത്മാർത്ഥതയോ ഒന്നും ഇല്ലാതാവുന്നു. എല്ലാവരും പരസ്പരം പൊരുതിക്കേറുകയാണ് ജയിക്കാനായിട്ട്. ഓരോരുത്തരും ഓരോ ദ്വീപുകളിൽ ഒതുങ്ങിക്കൂടുകയാണ്. ഇതിനകത്ത് നിന്ന് പതിയെ നമ്മൾ അകലങ്ങളൊക്കെ ഒന്ന് ഇല്ലാതാക്കിയതിൻ്റെ ഉത്സവമാണ് ക്രിസ്മസ് എന്ന് ഘോഷിക്കുമ്പോൾ പരസ്പരം തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരെങ്കിലും ഉറപ്പുവരുത്തണം തങ്ങൾക്കിടയിൽ ഉണ്ടായ വിടവുകളൊക്കെ അവസാനിച്ചു. വിടവുകൾ എന്ന കൃഷിഭൂമിക്കകത്ത് അകപ്പെട്ടുപോയ നമ്മൾ ഓരോരുത്തരും അവയെല്ലാം നികത്തിയെടുക്കുവാനും കിളച്ച് ഉഴുതുമറിക്കുവാനും നല്ല വിത്തുകൾ നടുവാനും ഫലങ്ങൾ രൂപപ്പെടുത്തുവാനുമായിട്ട് പരിശ്രമിക്കണം. അതിനായിട്ടാണ് ഇത്തവണത്തെ ക്രിസ്മസ്. എല്ലാ ജനതയ്ക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷ വാർത്ത, സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇമ്മാനുവേൽ, അവൻ നമ്മോടുകൂടെ ആണെങ്കിൽ, അവനാണ് ഈ യാനപാത്രം നയിക്കുന്നതെങ്കിൽ ഞാൻ ഇനി ആശങ്കപ്പെടുന്നില്ല, ഭയപ്പെടുന്നില്ല, ഒന്നിനെ ഓർത്തോ അധികം വ്യാകുലപ്പെടുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ മധ്യഭാഗം കഴിയുമ്പോൾ അവർ അന്ന് എന്നോടൊന്നും ചോദിക്കുകയില്ല. യേശുവിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയായിരുന്നു. എല്ലാം നമ്മൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സമയത്ത് നമുക്ക് വെളിപ്പെടും. പരിപൂർണമായിട്ട് രാജാവിനെ സ്വന്തമാക്കിയതോടുകൂടി ആ പയ്യന് പിന്നീട് ഓടി നടന്ന് ഒന്നിനെയും തൊടേണ്ടി വരുന്നില്ല. കാരണം രാജാവിനുള്ളതുമൊക്കെ അവന് അന്നു മുതൽ സ്വന്തമായി. അത്തരമൊരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നു. ആമേൻ.